യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ SFI വൻ വിജയം കരസ്ഥമാക്കുകയുണ്ടായി. കാലിക്കറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDSF ജയിച്ചത്. കഴിഞ്ഞ തവണ 100 വരെ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അവർ ജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം 2 മുതൽ 17 വരെ വോട്ടുകൾക്കാണ് SFIക്ക് തോൽക്കേണ്ടി വന്നത്. പാലക്കാട്, തൃശൂർ, വയനാട് എക്സിക്യൂട്ടീവുകൾ SFI വിജയിക്കുകയുണ്ടായി. സെനറ്റ് ഇലക്ഷനിൽ ഫെറ്റേണിറ്റിയെ അതിലൊരാളെ സെനറ്റ് അംഗമായി പരിഗണിക്കാമെന്ന് MSF കൊടുത്ത അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോട്ടുകൾ, ഈ ഫ്രട്ടേണിറ്റിയുടെ വോട്ടുകൾ, അവർക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, ആ സ്ഥാനാർത്ഥിക്ക് നൽകാതെ ഈ UDSFന് നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. KSU MSF കൊണ്ട് മാത്രം ജയിക്കില്ലായിരുന്നു. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് കൂടി നേരത്തെ പറഞ്ഞ ഒരു സെനറ്റിലേക്ക് ഒരാളെ കൊടുക്കാം എന്ന വാഗ്ദത്തത്തോടു കൂടി MSFുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിൻ്റെ വെളിച്ചത്തിലാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള പണം, ഇപ്പം BJPയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പണം 4-4.5 കോടിയെല്ലാം ഓരോ മണ്ഡലത്തിലും ചിലവാക്കി, അതിൻ്റെ വിവാദങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ പോലും ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൗൺസിലർമാരെ പിടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരെയും കണ്ട് അവർക്ക് 1 ലക്ഷം തരാം, നിങ്ങൾക്ക് തൊഴിൽ തരാം എന്നുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നും ചിലർ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വലതുപക്ഷ മേഖലയിൽ ഈ പണം ഒഴുക്കുന്ന രീതി കേരളം ചർച്ച ചെയ്യുമ്പോൾ, അതേപോലെ യൂണിവേഴ്സിറ്റി ഇലക്ഷനിലും പണം ഒഴുക്കുന്ന രീതി നമ്മളിപ്പം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. സാധാരണ രീതിയിൽ VD സതീശൻ്റെ പറ്റി എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ ഇടക്ക് കളവ് പറയുന്നു എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ വിവരാവകാശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഞാൻ അറിയില്ല, അസംബ്ലിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഷെയർ 49% MSCക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 29, അതായത് പരമാവധി അവർക്ക് വിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൻ്റെ അപ്പുറത്ത് 49% ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട് എന്ന വ്യവസ്ഥക്കനുസരിച്ച് ഞങ്ങളോട്, സംസ്ഥാനത്തോട് ആ കാര്യം ചോദിച്ചിട്ടില്ല, അതറിയില്ല എന്നും, അങ്ങനെ അറിയാതെ MSCക്ക് ഷെയർ വിൽപ്പന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതൃപ്തി, അത് ഞങ്ങൾ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ച് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരോ തുറമുഖ വകുപ്പോ നോട്ടീസോ കത്തോ നൽകിയിട്ടില്ലെന്ന് തുറമുഖ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഈ അതൃപ്തി അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. അങ്ങനെ ഒരു അതൃപ്തി കത്തായിട്ടോ അതുപോലെ തന്നെ നോട്ടീസായിട്ടോ അറിയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. 49% ഷെയർ MSCക്ക് നൽകില്ല, അല്ലെങ്കിൽ നൽകും, ഇതേതെങ്കിലും ഒന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വ്യക്തതയോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം.
അപ്പോൾ ഒരു നോട്ടീസോ അല്ലെങ്കിൽ അതൃപ്തിയോ അറിയിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളത് വി ഡി സതീശന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് വ്യക്തമാകുകയാണ്. വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം, ഇവിടെ ഗവർണർ രാജ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തുക എന്നത് ജനാധിപത്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. ഇത് അതേ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം കൈയാളാനുള്ള ശ്രമം അപഹാസ്യമായ ഒന്നാണ്. സംസ്ഥാനത്ത് പോലീസ് മേധാവിയെ ഗവർണർ നിയന്ത്രിക്കുന്നത് പോലീസ് ഭരണം RSSന്റെ കാൽക്കീഴിൽ അടിയറ വെക്കുന്നതിന് സമമായിട്ടുള്ളതാണ്. ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങളെ ഗവർണർ വെല്ലുവിളിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാവുന്നില്ല, ഭയപ്പെടുകയാണ്. LDF ഭരണകാലത്ത് രാജ്ഭവന്റെ അന്ന് നിന്നുള്ള കൈകടത്തലുകളെ ഭരണഘടനാപരമായ പ്രതിരോധത്തിലൂടെയാണ് ഇടതുപക്ഷം അന്ന് നേരിട്ടത്. അന്ന് മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നാം കാണണം. ഇതൊരക്ഷരം പറയാൻ വി ഡി സതീശൻ തയ്യാറില്ല. ഒരു ഗവർണർ രാജ് കേരളത്തിൽ നടപ്പിലാക്കാൻ, അത് RSSന്റെ കീഴിലാണ് ഞങ്ങൾ എന്ന കാര്യം ഒന്നുകൂടി ഗവർണർക്ക് ഈ നിലപാടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം VCമാരുടെ RSS വിധേയത്വമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ VCമാരുടെ നിയമനം, താൽക്കാലിക VCമാരായാലും VCമാരായാലും അവരുടെ നിയമനം യഥാർത്ഥത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ അജണ്ടകളെ UDF സർക്കാർ പ്രതിരോധിക്കാതെ സർവകലാശാല വൈസ് ചാൻസലർ RSS വേദികളിലെ സ്ഥിരം സന്നദ്ധരായി സാന്നിധ്യമായി അതിലെ പങ്കാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്.